ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ, നിങ്ങളൊക്കെ വിചാരിക്കും പോലെയൊന്നും അല്ല കേട്ടോ. രാവിലെ 4:10 ഞാൻ എണീറ്റു. എന്തിനാണ്? താഴെ ഗേറ്റ് തുറക്കണം. വെളുപ്പിന് അത്താഴത്തിനുള്ള ഫുഡ് കൊണ്ടുവരും കേട്ടോ. അപ്പം നമ്മൾ ഗേറ്റ് തുറന്നിട്ടാൽ മാത്രമേ അവർക്ക് ഗേറ്റിൻ്റെ അകത്ത് ഫുഡ് വെക്കാൻ പറ്റൂ. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പരിപാടിയുള്ളതെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി കൊണ്ടുവന്ന ഫുഡിൻ്റെയൊക്കെ വെസൽസൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ വെക്കണം. ഒരു ഹോസ്റ്റൽ വാർഡനായിട്ടൊക്കെ താൽക്കാലികമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇമാതിരി പണികളൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ സാധാരണമായ കാര്യങ്ങളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു വെട്ടമടിച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെട്ടം കണ്ട് കിടക്കാനും നല്ല രസമാണ് കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമാണ്. പിന്നെ ഞാൻ ഉറക്കം എണീക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും. അത് സൂര്യൻ നല്ല തലയുടെ ഉച്ചയ്ക്ക് മീതെ നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ എണീക്കുന്നതിന്. അപ്പോഴും ഈ വിൻഡോ തുറന്ന് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോറിംഗ് ആയിരിക്കും. പിന്നെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സൈഡ് വഴി അങ്ങ് നോക്കും കേട്ടോ. വീഡിയോസ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു മനസ്സമാധാനത്തിന് എടുക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ ഒന്ന് മസാജ് ചെയ്യാമെന്ന്. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ ഹെയർ നോക്കാനായിട്ട്. കാരണം അത് വളരുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടും വളരുന്നില്ല. ഇനി അതിന് വളരാൻ തോന്നുവാണെങ്കിൽ അത് വളരട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. നോമ്പ് തുറക്കാൻ വേണ്ടി ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ സാധാരണ പോലെ അങ്ങ് നോമ്പ് തുറക്കുന്ന പോലെ വെള്ളമൊക്കെ കുടിച്ച് ഇതുപോലെ അങ്ങ് നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്ത് പോയി എന്തെങ്കിലും മേടിച്ചാലോ. തൊട്ടടുത്തുള്ള കടയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഒരു 8:30-9 മണിയൊക്കെ ആയി. ഒന്ന് പോയിട്ട് പിന്നെ മേടിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡും മേടിച്ച് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് നിഴലിനെ നോക്കാൻ പാടില്ല, നിഴലിൽ കളിക്കാൻ പാടില്ല എന്നൊക്കെ. എന്തോ ഞാനിങ്ങനെ വളർന്ന് വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ റൂമെത്തി ഞാൻ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് 149 രൂപയുടെ കോംബോയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. സ്റ്റുഡൻസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല അഫോർഡബിളായിട്ടാണ് അവിടെ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.